രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, എവല്യൂഷണറി, ഡിഫ്യൂഷനിസ്റ്റ്, ലീനിയർ ആൻഡ് സൈക്ലിക്കൽ. ചില തിയറികളാണ് സോഷ്യൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സിദ്ധാന്തങ്ങളാണ്. എവല്യൂഷണറി തിയറീസ് ഉണ്ട്, ഡിഫ്യൂഷനിസ്റ്റ് തിയറികളുണ്ട്, ലീനിയർ ആൻഡ് സൈക്ലിക്കൽ തിയറികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ആരാണ് ഓർഗാനിക് എവല്യൂഷൻ, അതായത് നമ്മുടെ ജൈവ പരിണാമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നുള്ള ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചാൾസ് ഡാർവിനാണ്. ഇത് സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത ഒരു സോഷ്യൽ തിങ്കർ ഉണ്ടായിരുന്നു, ഹെർബർട്ട് സ്പെൻസർ. ഓർഗാനിക് അനലോജി എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഏതൊക്കെ ആണ് എവല്യൂഷണറി തിയറീസ്? രണ്ട് ടൈപ്പ് എവല്യൂഷണറി തിയറി ഉണ്ട്. ഒന്ന് യൂണിലീനിയർ ആയുള്ള എവല്യൂഷണറി തിയറി ഉണ്ട്, മൾട്ടി ലീനിയർ തിയറീസും ഉണ്ട്. അപ്പോൾ എവല്യൂഷണറി തിയറി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി പോലെ ആഹാര ശൃംഖലയുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്. ഇനി വു ലിങ്ക്ഡ് സോഷ്യൽ ചേഞ്ച് വിത്ത് മോറൽ ഡെൻസിറ്റി. മോറൽ ഡെൻസിറ്റി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ ചേഞ്ചിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? അത് എമിലി ദുർക്കൈമാണ്. എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്? ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മോഡേൺ സൊസൈറ്റി. ഒരു ആധുനിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഓർഗാനിക് സോളിഡാരിറ്റി. ഓക്കെ, മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ട്രഡീഷണൽ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത. രണ്ടും തെറ്റിപ്പോകരുത്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ട്രഡീഷണൽ ആണെന്ന് വിചാരിക്കും. അല്ല, അത് മോഡേൺ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ട്രഡീഷണൽ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക മോഡേൺ എന്ന് അല്ല. ഇത് രണ്ടും തെറ്റിപ്പോകരുത്. ഇത് രണ്ടും നമ്മുടെ ദുർക്കൈമിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് മോഡേൺ സൊസൈറ്റിയിൽ എപ്പോഴും ഡിവിഷൻ ഓഫ് ലേബർ, ആളുകൾ വ്യത്യസ്ത ജോലികളിലായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കുക അല്ലെ. ഒരേ തൊഴിലല്ല ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കുക. കൃഷി പോലെയുള്ള ഒന്നോ രണ്ടോ തൊഴിലുകളിൽ മാത്രമല്ല, വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഒരേ മേഖലയിൽ തന്നെ വ്യത്യസ്ത റോളുകൾ വഹിക്കുന്ന ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് തമ്മിലുണ്ടാക്കുന്ന ഒരു സോളിഡാരിറ്റിയാണ് നമ്മൾ ഇപ്പോൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് അവിടെ ഒരു സോളിഡാരിറ്റി ഉണ്ട്. ഇനി കോമൺ ബിലീഫ്സും കോമൺ ജോലികളിലൊക്കെ ഏർപ്പെടുന്ന, അതായത് ഒരേപോലത്തെ, അതായത് കുറച്ചും കൂടി ട്രഡീഷണൽ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു സോളിഡാരിറ്റിയെ വിളിക്കുന്ന പേര് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നാണ്. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ സിമിലർ ആയിരിക്കും. ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയിലൊക്കെ, ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അവിടുത്തെ ആളുകളുടെ രീതികളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. അതാണ് അവിടെ തമ്മിൽ ഐക്യം ഉണ്ടാക്കിക്കുന്ന ഘടകം. മറ്റിടത്ത് അങ്ങനെയല്ല. എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു തിയറിയാണ് ഫിറ്റസ്റ്റ് സർവൈവ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമ്മൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ് അല്ലേ. ഇപ്പോൾ ഈ ഭൂമിയിൽ അതിജീവിക്കുന്നത് ഓരോ ജീവികളും മറ്റൊരു ജീവിയേക്കാൾ ഡോമിനേറ്റ് ചെയ്തിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ആൾക്കാർ, അവശേഷിക്കുന്ന ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. അല്ലാത്തവർ ഈ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിൻറ്റ് ചെയ്ത് വംശനാശം നേരിട്ട് പോകുന്നതാണ്. എന്താണ് സോഷ്യൽ ഡാർവിനിസം? സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പരിണാമ സിദ്ധാന്തത്തെ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു. അതിനെയാണ് നമ്മുടെ എന്തെന്ന് പറയുക, സോഷ്യൽ ഡാർവിനിസം. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി സൊസൈറ്റിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ വിശദീകരിക്കാൻ ഹെർബർട്ട് സ്പെൻസർ ഉപയോഗിച്ചു. അതിനെയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് വിളിക്കുന്നത്. ഡിഫ്യൂഷൻ തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിലേറ്റവും പ്രധാനമായിട്ട് വന്നിട്ട് എലിയറ്റ് സ്മിത്ത് ആണ്. എന്താണ് ഡിഫ്യൂഷൻ? അതായത് ഒരു സൊസൈറ്റിയുടെ കൾച്ചറൽ ട്രൈറ്റ്സ് മറ്റൊരു സൊസൈറ്റിയിലേക്ക് വ്യാപിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡിഫ്യൂഷൻ തിയറി അതിന് കാരണം വാട്ട് കോസസ് സോഷ്യൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ഡിഫ്യൂഷൻ തിയറി. ഡിഫ്യൂഷൻ തിയറിയിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക മാറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നോവേഷൻ ആണ്. പിന്നെ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് വു പ്രപ്പോസ് ദ ലോ ഓഫ് 3 സ്റ്റേജസ്. അഗസ്റ്റ് കോംതെ. അഗസ്റ്റ് കോംതെയെ നമുക്കൊരു എവല്യൂഷണറി തിയറിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കോംതെയുടെ ഫൈനൽ സ്റ്റേജ് പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ് നമ്മൾ പറഞ്ഞതാണ്. മോർഗൻ പറയുന്ന തിയറിയിൽ 3 ഘട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ 3 ഘട്ടങ്ങളാണ് സേവേജറി, ബാർബറിസം, സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ആരാണ് തിയറി ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ്? അർണോൾഡ് ജെ ടോയിൻബി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അർണോൾഡ് ജെ ടോയിൻബി ആണ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ തിയറി ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് കൊണ്ടുവന്നിട്ടുള്ളത്. തിയറി ഓഫ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറഞ്ഞ തിയറി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വിൽഫ്രെഡോ പാരറ്റോ ആണ്.
ഇനി റെന്റിയേഴ്സ് എന്ന് പറയുന്നത് അത് ഒരു കൈൻഡ് ഓഫ് കൺസർവേറ്റീവ് എലീറ്റ്സ് ഹു പ്രിഫർ ട്രഡീഷണൽ വേസ്, പരമ്പരാഗത രീതികളാണ് നല്ലത് എന്ന് വാദിക്കുന്ന ചില സമൂഹത്തിലെ ചില പ്രമാണിമാരെ ആണ് നമ്മൾ കൺസർവേറ്റീവ് എലീറ്റ്സ്, അതായത് എപ്പോഴും ചേഞ്ച് ഇല്ലാതെ എപ്പോഴും പഴയ ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അവർ കുറച്ച് പ്രമാണിമാരും സമ്പത്തുള്ളവരും ഒക്കെ ആയിരിക്കും. അവരെയാണ് നമ്മൾ കൺസർവേറ്റീവ് എലീറ്റ് റെന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആരാണ് സ്പെക്കുലേറ്റേഴ്സ്? അതായത് പ്രോഗ്രസീവ് എലീറ്റ്സ് ഹൂ സീക്ക് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്, മാറ്റങ്ങൾ വേണമെന്നും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരണമെന്നും വിചാരിക്കുന്ന എലീറ്റ്സ് ആണ്, സമ്പന്നരെയും പ്രമാണിമാരെയാണ് നമ്മൾ പ്രോഗ്രസീവ് എലീറ്റ്സ് എന്ന് വിളിക്കാം. ഈ നമ്മുടെ ഇത് മാർക്സ് വെബറിന്റെ ഒരു തിയറി ആയിരുന്നു. നമ്മുടെ കത്തോലിക് ആയിട്ടുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് എത്തിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം പരമ്പരാഗത രീതികളെ പിന്തുടരുകയും മറ്റൊരു വിഭാഗം കച്ചവടവും മറ്റു കാര്യങ്ങളും. അപ്പോൾ അവർ ആർക്കാണ് എക്കണോമിക്കലായുള്ള നേട്ടം ഉണ്ടായതെന്ന് പറയുന്നതാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അത് പറയുന്നത്. ഡെസ്റ്റിനി ഓഫ് സിവിലൈസേഷൻ തിയറി എന്ന് പറയുന്ന തിയറിയെ പറ്റി പറയുന്നത് ഓസ്വാൾഡ് സ്പെങ്ലർ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. സൈക്ലിക്കൽ തിയറിയുടെ സെൻട്രൽ ഐഡിയ, കേന്ദ്ര ആശയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സൊസൈറ്റീസ് പാസ് ത്രൂ റിക്കറിംഗ് സൈക്കിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ. എല്ലാ സമൂഹങ്ങളും ഒരു എന്താ പറയുക, അതിന് ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ അത് ഗ്രോ ചെയ്ത് വരുന്നു. പിന്നീട് ചില ഘട്ടങ്ങളിലൂടെ അത് താഴേക്ക് ഡിക്ലൈൻ, ഒരു ഗ്രോത്തും ഉണ്ട്, അതിനനുസരിച്ച് ഒരു ഡിക്ലൈനിലേക്കും അത് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് എവല്യൂഷണറി തിയറി? എവല്യൂഷണറി തിയറി എല്ലാവർക്കും അറിയാം. എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അല്ലേ, ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് സൊസൈറ്റീനെ ഒരു വളരെ സിമ്പിൾ ഫോമിൽ നിന്ന് ഒരു കോംപ്ലക്സ് ഫോമിലേക്ക്, ഇന്ന് കാണുന്ന ഒരു സിമ്പിൾ സൊസൈറ്റി, നമുക്ക് ആലോചിച്ചു വേട്ടയാടി നിന്നിരുന്ന മനുഷ്യൻ ഇന്ന് ഇപ്പോൾ ഏത് തലത്തിലെത്തി നോക്കൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും. ഇതിനാണ് എവല്യൂഷണറി തിയറി. ഒരു ലളിതമായ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് ചേഞ്ചസുകൾ വന്ന് അല്ലെ, പോസിറ്റീവ് മാറ്റം തന്നെയാണത്. അതിനെയാണ് നമ്മൾ എവല്യൂഷണറി തിയറി, പരിണാമ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡിവിഷൻ ഓഫ് ലേബറിന്റെ പെർസ്പെക്റ്റീവിൽ സോഷ്യൽ ഡാർവിനിസം നമ്മൾ പറഞ്ഞതാണ്. ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ലീനിയർ തിയറി? ലീനിയർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എപ്പോഴും ഒരേ ദിശയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് സിംഗിൾ ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോവർ സ്റ്റേജിൽ നിന്ന് ഒരു ഹയർ സ്റ്റേജിലേക്ക്, ഒരു ചെറിയ അവസ്ഥയിൽ നിന്ന് ഒരു കുറച്ചും കൂടെ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിംഗിൾ ലീനിയറിലൂടെ അതിന്റെ ഇടയിൽ താഴോട്ടേക്ക് ഇറങ്ങുന്നില്ല, ഒരു സ്റ്റെപ്പ് ബൈ അങ്ങനെ പോവുകയാണെന്നാണ് ലീനിയർ തിയറികൾ പറയുന്നത്. കോംതെയുടെ 3 സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞതാണ്. കോംതെ ഒരു ലീനിയർ സ്റ്റേജ് എവല്യൂഷണറി തിയറിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഒരു ലീനിയർ സ്റ്റേജിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയായിരുന്നു? തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് മനുഷ്യരെ മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ എത്തുന്നു, അവസാനത്തെ പോസിറ്റീവ് സ്റ്റേജ് അതായത് സയന്റിഫിക് സ്റ്റേജിലേക്ക് എത്തി എന്നാണ് കോംതെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് സൈക്ലിക്കൽ തിയറി? സൈക്ലിക്കൽ തിയറി സ്റ്റേറ്റ് ദാറ്റ് സൊസൈറ്റീസ് റൈസ്, ഗ്രോ, ഡിക്ലൈൻ ആൻഡ് കൊളാപ്സ് ഇൻ റിക്കറിംഗ് സൈക്കിൾ. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ പറയുന്ന സൈക്ലിക്കൽ തിയറി പറയുന്നത്. അതായത് സൊസൈറ്റികൾ ഉണ്ടാകുന്നു, അത് ഗ്രോ ചെയ്യുന്നു അല്ലെ, ഉയർന്നു വരുന്നു, അത് ഗ്രോ ചെയ്യുന്നു, അത് ഡിക്ലൈൻ ചെയ്യുന്നു, പിന്നെ അത് ഇല്ലാണ്ടായി പോകുന്നു. പല സിവിലൈസേഷൻസ് നമുക്കറിയാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ സൈക്ലിക്കൽ തിയറിക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാം. ഇനി ടോയ്നിബീസ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടോയ്നിബിയുടെ ഒരു തിയറിയാണ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്നത്. സൊസൈറ്റീസ് സർവൈവ് വെൻ ദേ സക്സസ്ഫുള്ളി റെസ്പോണ്ട് ടു സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ചാലഞ്ചസ്. ഒരു സമൂഹം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, സക്സസ്ഫുള്ളി ഇന്ന് കാണുന്ന സമൂഹങ്ങളെല്ലാം അതിജീവിച്ചിട്ടുള്ളത് അവരുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ ചലഞ്ചസുകൾ, അവർക്ക് പരിസ്ഥിതികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഉണ്ടാകുന്ന വെല്ലുവിളികളെ സക്സസ്ഫുള്ളി റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്, വിജയകരമായി അവർ അതിനെ മറികടക്കുമ്പോഴാണ് അവർക്ക് ആ സൊസൈറ്റിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് വിൽഫ്രെഡോ പാരറ്റോയുടെ സർക്കുലേഷൻ ഓഫ് എലീറ്റ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് റൂളിംഗ് എലീറ്റ്സ് ആർ കണ്ടിന്യൂസ്ലി റീപ്ലേസ്ഡ് ബൈ ന്യൂ എലീറ്റ്സ്. ഇപ്പൊ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എലീറ്റ്സ് എന്തായിരിക്കും? എലീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉന്നത അല്ലെങ്കിൽ ഈ പ്രമാണിമാർ, ഇവരെ എന്ത് ചെയ്യും? ഈ റൂളിംഗ് എലീറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് പുതിയ അധികാരികൾ വന്നുകൊണ്ടേയിരിക്കും. രാജാക്കന്മാർ ഒരാൾ മാറിയിട്ട് അയാളെ തോൽപ്പിച്ച് വേറെ ആൾക്കാർ വരുന്നു അല്ലെ. ഇതിനെയാണ് നമ്മൾ സർക്കുലേഷൻ, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്.
എവല്യൂഷണറി തിയറിയുടെ രണ്ട് ക്രിറ്റിസിസം എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവല്യൂഷണറി തിയറി പ്രധാനമായിട്ട് ഇറ്റ് അസ്യൂംസ് ഓൾ സൊസൈറ്റി ഫോളോ ദ സെയിം പത്ത്, എല്ലാ സമൂഹത്തിനും ഒരേപോലെയാണ് പോകുന്നത് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഓരോ സമൂഹത്തിനനുസരിച്ചും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി എവല്യൂഷണറി തിയറിയുടെ മറ്റൊരു പ്രത്യേകത, വെസ്റ്റേൺ സൊസൈറ്റിയാണ് ഏറ്റവും ഹയസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുന്ന സമൂഹം എന്ന് പറയുന്നത്. പാശ്ചാത്യ സമൂഹങ്ങൾ, യൂറോപ്യൻ സമൂഹം അങ്ങനെയൊന്നുമില്ല. ഈസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന ഇവിടേക്ക് വരുമ്പോൾ അത് മാറ്റങ്ങളുണ്ട്. അത് ലോവസ്റ്റ് സ്റ്റേജിലാണ്, ഇപ്പോഴും ഉയർത്തപ്പെടാത്ത സമൂഹമാണ്. ഇതന്നെയാണ് ബ്രിട്ടീഷുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് പറയുന്നത്, അല്ലേ, പറയപ്പെടുന്നത്. നമ്മൾ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അപ്പം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാണെന്നാണ് പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എനിവേ, എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാൾസ് ഡാർവിൻ്റെ തിയറിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഹെർബർട്ട് സ്പെൻസർ കൊണ്ടുവന്നിട്ടാണ് മെയിനായിട്ട്. അതിൽ പ്രധാനമായിട്ട് യൂണിലീനിയർ എവല്യൂഷനും ഉണ്ട്, മൾട്ടി ലീനിയർ എവല്യൂഷനും ഉണ്ട്. അതുപോലെ തന്നെ എമിലി ദുർക്കൈം ഇതിന് ഒരു എവല്യൂഷണറി തിയറിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. അദ്ദേഹം മെക്കാനിക്കൽ സോളിഡാരിറ്റിയെ പറ്റിയിട്ടും ഓർഗാനിക് സോളിഡാരിറ്റിയെ പറ്റിയിട്ടും ഒക്കെയാണ് പറയുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ കൂടുന്നതനുസരിച്ച്, തൊഴിൽ വിഭജനങ്ങൾ കൂടുന്നതനുസരിച്ച്, വ്യത്യസ്ത ജോലികളിലേക്ക് ആളുകൾ പോകുന്നതിനനുസരിച്ചിട്ട് സൊസൈറ്റിയുടെ കോംപ്ലക്സിറ്റി കൂടി വരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫ്യൂഷനിസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഒരു സൊസൈറ്റിയുടെ കൾച്ചറൽ എലമെന്റ്സുകൾ, കൾച്ചറൽ ട്രൈറ്റ്സുകൾ മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. എലൈറ്റ് സ്മിത്ത് ആണ് ഇത് പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് കുടിയേറ്റം, മൈഗ്രേഷൻ, ട്രേഡ്, കച്ചവടം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, കൾച്ചറൽ കോണ്ടാക്ട്, സാംസ്കാരികപരമായിട്ടുള്ള ബന്ധപ്പെടലുകൾ, ഇതിലൂടെയൊക്കെയാണ് അത് വ്യാപിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ സ്പ്രെഡ് ഓഫ് ഇന്റർനെറ്റ് ടെക്നോളജി, അഡോപ്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അല്ലേ, നമ്മളിപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പം വിദേശത്ത് പോയി പഠിക്കാൻ പോകുന്നുണ്ട്. ഗ്ലോബൽ പോപ്പുലാരിറ്റി ഓഫ് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, ഇതൊക്കെ പുതിയ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെയാണ് അതിൻ്റെ ഈ ഡിഫ്യൂഷനിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്. എക്സ്പ്ലെയിൻ ലീനിയർ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. ലീനിയർ തിയറി എന്താണെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു, ഒരു സിമ്പിൾ ഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ ഘട്ടമായി ഒരിക്കലും താഴോട്ട് വരുന്നില്ല, സിമ്പിൾ ടു ഹൈയിലേക്ക്, ലോവർ ടു ഹയറിലോട്ടേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അതിൽ LH മോർഗൻ, അതിൽ ഓഗസ്റ്റ് കോംറ്റെ പറഞ്ഞിട്ടുള്ളത് തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് മെറ്റാഫിസിക്കൽ സ്റ്റേജിലേക്ക് എത്തി, അതേ സ്റ്റേജിൽ നിന്ന് പോസിറ്റീവ് സ്റ്റേജിലേക്ക് എത്തി. LH മോർഗൻ ആണെങ്കിൽ പറയുന്നത് ഇതേപോലെ തന്നെ സേവേജർ, നമ്മൾ കാടത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ബാർബറിസം, നമ്മൾ ഇങ്ങനെ വേട്ടയാടിയിട്ടൊക്കെ പിന്നീട് അത് സിവിലൈസേഷൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് എപ്പോഴും നമുക്കിങ്ങനെ സിമ്പിൾ ടു ഇതിൽ നിന്നാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടോയ്നിബിയുടെ ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ് നമ്മുടെ ടോയ്നിബി ക്രിട്ടിസൈസ് ദ ഐഡിയ ദാറ്റ് സിവിലൈസേഷൻ ഇന്നെവിറ്റബിളി ഡിക്ലൈൻ, അല്ലേ. ഈ എക്സാമിന് 21 സിവിലൈസേഷൻസ് ആൻഡ് ഡെവലപ്ഡ് ദ തിയറി ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ്. അദ്ദേഹം 21 സംസ്കാരങ്ങളെ നോക്കിയിട്ട്, സിവിലൈസേഷൻസുകളെ നോക്കിയിട്ടാണ് ഇദ്ദേഹം ഈ പഠനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഐഡിയ ദാറ്റ് സിവിലൈസേഷൻ ഇന്നെവിറ്റബിളി ഡിക്ലൈൻ, സിവിലൈസേഷൻ, സംസ്കാരങ്ങൾ എന്താണ് ഒരിക്കലും നശിച്ച് പോകും എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് അദ്ദേഹം ഇതാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ നശിച്ചു പോകുന്നില്ല, ചില ചലഞ്ചസുകൾ വരും. ആ ചലഞ്ചസിനോട് സക്സസ്ഫുള്ളി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ചലഞ്ചസ് ആണെങ്കിലും പൊളിറ്റിക്കൽ ക്രൈസിസ് ആണെങ്കിലും എക്കണോമിക് പ്രോബ്ലംസ് ആണെങ്കിലും എക്സ്റ്റേണൽ ഇന്നോവേഷൻ, മറ്റുള്ള സമൂഹം നമ്മൾ ആക്രമിക്കാൻ വന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിൽ ഇതിനോട് നമ്മൾ സക്സസ്ഫുള്ളി നേരിട്ട് കഴിഞ്ഞാൽ എല്ലാ സമൂഹവും അതിജീവിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫെയിലിയർ ആണ്, അവിടെ പരാജയപ്പെടുമ്പോഴാണ് ഫെയിലിയർ ടു റെസ്പോണ്ട് റിസൾട്ട്സ് ഇൻ ഡിക്ലൈൻ, അതാണ് അതിനെ പരാജയത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് തിയറി ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ്. ഒരു ചലഞ്ച് വരുന്നു, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതാണ് ആശയം. ചലഞ്ച്, ഒരു വെല്ലുവിളി ഒരു സമൂഹം നേരിടുന്നു, ആ വെല്ലുവിളിയെ എങ്ങനെ സമൂഹം അതിനോട് നേരിടുന്നു, അതനുസരിച്ചിട്ടായിരിക്കും മാറ്റങ്ങൾ വരിക എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് പറയാനാണ്. വീണ്ടും നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയാം. ഹെർബർട്ട് സ്പെൻസർ എങ്ങനെ പറഞ്ഞു എന്ന് കാണിക്കുക, സോഷ്യൽ ബയോളജിക്കൽ ഓർഗാനിസം വെച്ചിട്ട് സോഷ്യൽ ഡാർവിനിസം പറഞ്ഞതാണ്. എമിലി ദുർക്കൈം മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും, അതുപോലെ തന്നെ എവല്യൂഷണറി തിയറിൻ്റെ 2 ടൈപ്പുകൾ, പിന്നെ അതിൻ്റെ മെറിറ്റുകൾ, അത് ലോങ് ടേം സോഷ്യൽ ഡെവലപ്മെൻറ്റിന്, ഒരു ദീർഘാടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക പുരോഗതിയെ വിശദീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അത് ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി, ഇതിൻ്റെ സങ്കീർണത എടുത്തു കാണിക്കുന്നുണ്ട്. മോഡേണൈസേഷനെ
കൃത്യമായിട്ട് മനസ്സിലാക്കിക്കാൻ ഇത് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റിയും ഇതുപോലെ തന്നെയാണ് മാറുന്നത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ക്രിറ്റിസിസം. വെസ്റ്റേൺ സിവിലൈസേഷൻ അത് കൂടുതലായിട്ട് ഊന്നി പറയുന്നു. അത് ഇഗ്നോസ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെറ്റ് ബാക്സ്, ഇതിനിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങളെയും വീഴ്ചകളും അല്ലെങ്കിൽ തിരിച്ചടികളെയും പറ്റിയിട്ട് പരാമർശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊരു സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷണൽ എക്സ്പ്ലനേഷൻ, സൊസൈറ്റിയെ പറ്റിയിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു തിയറി കൂടിയാണ് ഇതെന്നാണ് പറയുന്നത്. സൈക്ലിക്കൽ തിയറീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും പറയുന്നുണ്ട്. സോഷ്യൽ ചേഞ്ചിൻ്റെ മറ്റൊരു വിശദീകരിക്കാൻ പറ്റുന്ന മറ്റൊരു തിയറിയാണ് സൈക്ലിക്കൽ തിയറി എന്ന് പറയുന്നത്. അത് ഓരോ സൊസൈറ്റിക്കും അതിൻ്റെ ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് കൊളാപ്സ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓസ്വാൾഡ് സ്പെങ്ലർ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയുടെ പേര് ഡെസ്റ്റിനി ഓഫ് സിവിലൈസേഷൻ എന്നാണ്. ഇദ്ദേഹം പല സിവിലൈസേഷൻസിനെയും പല നാഗരികതകളെയും എന്ത് ചെയ്തു, താരതമ്യം ചെയ്തിട്ട് അദ്ദേഹം എന്തിലേക്ക് എത്തുകയാണ്, നമ്മുടെ ചില അനുമാനങ്ങളിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാഗരിക സമൂഹങ്ങളും അല്ലെങ്കിൽ ഓരോ സിവിലൈസേഷൻസും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ബർത്തിലൂടെ ഒരു സിവിലൈസേഷൻ ഉണ്ടാകുന്നു, അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നു, അതിനൊരു വളർച്ച ഉണ്ടാകുന്നു, ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നു, അതിനുശേഷം അതിനൊരു ഡിക്ലൈൻ ഉണ്ടാകുന്നു, പിന്നെ രാജാക്കന്മാരൊക്കെ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തുന്നു, പിന്നെ അതിനൊരു ഡെത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്, അതിന് അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അർണോൾഡ് ടോയിൻബി ഈ സ്പെങ്ലറുടെ ഇത്തരം ആശയത്തോട് യോജിക്കുന്ന ഒരാളല്ല. അദ്ദേഹം അതിനോട് ചാലഞ്ചസുകളും റെസ്പോൺസും ഉണ്ടാകും, അതനുസരിച്ചിട്ടാണ് സൊസൈറ്റികൾ സർവൈവ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിൽഫ്രഡ് ഓഫ് പാരറ്റോ ആണ് സർക്കുലേഷൻ ഓഫ് എലീറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള കൺസർവേറ്റീവ് എലീറ്റ്സ് ഉണ്ട്, ഇന്നോവേറ്റീവ് എലീറ്റ്സ് ഉണ്ട്. കൺസർവേറ്റീവ് എലീറ്റ്സിനെ നമ്മൾ റെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു, ഇന്നോവേറ്റീവ് എലീറ്റ്സിനെ നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഇത് രണ്ട് തരത്തിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ നോക്കിക്കാണുന്ന ആൾക്കാരാണ്. ഒന്ന് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും മറ്റൊന്നും ട്രഡീഷണൽ ആയിട്ടും ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന യൂണിറ്റ് 2 നിന്ന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഇനി യൂണിറ്റ് 3 നമ്മൾ കിടക്കുകയാണെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോംസ്. സോഷ്യൽ മൊബിലിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോംസ്, ഇതാണ് മൂന്നാമത്തെ നമ്മുടെ 6ാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്. അതായത് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ ഈ സെമസ്റ്ററിലെ എക്സാമിൽ വരുന്ന അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ബ്ലോക്കിലും 3 യൂണിറ്റുകൾ വീതം അല്ലേ. അപ്പോൾ 6 × 3 18 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 18ാമത്തെ യൂണിറ്റാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോഷ്യൽ മൊബിലിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോംസ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ. ഒരു സാമൂഹിക പദവിയിൽ നിന്ന് മറ്റൊരു സാമൂഹിക പദവിയിലേക്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമോ മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ള ആളെ പേര് സൊറോക്കിനാണ്. who defines social mobility as any change in social position. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു സോഷ്യൽ പൊസിഷനിൽ, സാമൂഹികമായിട്ടുള്ള സ്ഥാനത്തിൽ ഉണ്ടാകുന്ന, അതൊരു ഗ്രൂപ്പിൻ്റെ സോഷ്യൽ പൊസിഷനിലാണെങ്കിലും ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും നമുക്ക് സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക ചലനാത്മകതയായി കണക്കാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് ബൊഗാർഡ്സ് ആണ്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? ദ ഡിവിഷൻ ഓഫ് പീപ്പിൾ ഇൻ ടു ഡിഫറെൻറ്റ് സോഷ്യൽ ലെയേഴ്സ് ഓർ റാങ്ക്സ്. നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളെ വിവിധ തട്ടുകളിലാക്കിയിട്ട്, വിവിധ ശ്രേണികളാക്കിയിട്ട്, വിവിധ ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വിവിധ റാങ്കുകളായിട്ട് തരംതിരിക്കുന്നത്. ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഉദ്യോഗങ്ങളുടെ പേരിലോ അല്ലെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വിവിധ റാങ്കുകളാക്കിയിട്ടോ അല്ലെങ്കിൽ വിവിധ ശ്രേണികളിൽ സോഷ്യൽ ലെയേഴ്സിലാക്കി മാറ്റുന്നതിനാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ ഇൻവോൾവിങ് ചേഞ്ച് ഇൻ റാങ്ക്. നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു റാങ്കിലാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു പോലീസുകാരനാണ്. അപ്പോൾ പോലീസുകാരൻ അല്ലെങ്കിൽ ഞാനൊരു ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് എൻ്റെ റാങ്ക് മെച്ചപ്പെട്ടു.
അല്ലെ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കയ്യിലിരിപ്പ് കാരണം എന്നെ സസ്പെൻഡ് ചെയ്ത് എൻ്റെ റാങ്ക് താഴേക്ക് കൊണ്ടുപോകും. ഒരു മൂവ്മെന്റ്, റാങ്കിൽ ഒരു മൂവ്മെന്റ് കൊണ്ടു. അതിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചേഞ്ച് വരുന്നില്ല. അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ്. ഞാൻ ഇപ്പൊ എന്താ പറയാ, എനിക്ക് ഇപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നതിൽ നിന്ന് എനിക്ക് എൻ്റെ സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് അതുകൊണ്ട് മാറുന്നില്ല. ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ വേറൊരു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോയി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ്റെ സ്ഥാനം മാറുന്നില്ല, പക്ഷെ എനിക്ക് ഒരു മൊബിലിറ്റി വന്നിട്ടുണ്ട്, ഒരു ചലനാത്മകത വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ടീച്ചർ തന്നെയാണ്, അല്ലേ? എന്നാൽ ഞാനിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറായിട്ടുള്ള ഞാനൊരു കോളേജ് ടീച്ചറായിട്ട് മാറുമ്പോൾ എൻ്റെ അതൊരു വെർട്ടിക്കൽ മൊബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊക്കെ ഈ പറയുന്ന മൊബിലിറ്റി ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? നമ്മുടെ ഈ സോഷ്യൽ സ്റ്റാറ്റസിലാണ്, അല്ലേ? സോഷ്യൽ സ്റ്റാറ്റസിലല്ലേ മൊബിലിറ്റി ഉണ്ടാവുള്ളൂ. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്തെടുത്ത സ്റ്റാറ്റസ് ആണ്, അതിലാണ് ഉണ്ടാവുള്ളൂ. അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ജാതിയിലൊന്നും മാറ്റം വരില്ല. പിന്നെ അപ്വേർഡ് മൊബിലിറ്റി ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോവർ സ്റ്റാറ്റസിൽ നിന്ന് ഒരു ഹയർ സ്റ്റാറ്റസിലേക്ക് മാറണം. ഒരു താഴ്ന്ന ഒരു പദവിയിൽ നിന്ന് ഒരു ഉയർന്ന പദവിയിലേക്ക് പോകുമ്പോഴാണ് അത് അപ്വേർഡ് മൊബിലിറ്റി. എന്നാൽ നേരെ തിരിച്ച് ഉയർന്ന പദവിയിൽ നിന്ന് താഴ്ന്ന പദവിയിലേക്ക് വരുമ്പോൾ, ഒരു ഹയർ സ്റ്റാറ്റസിൽ നിന്ന് ഒരു ലോവർ സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയും. ഇനി എന്താണ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് തലമുറകൾക്കിടയിൽ നടക്കുന്ന മൊബിലിറ്റിയാണ് നമ്മളൊന്ന് പറയാറുള്ളത് ഈ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയാറുള്ളത്. എന്താണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി? അതായത് ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ തന്നെ തലമുറയിൽ, അയാളുടെ ജീവിതത്തിൽ തന്നെ നടക്കുന്ന മാറ്റത്തെയാണ് ഒരു പേഴ്സൺസ് ലൈഫ് ടൈം, അതായത് അയാളുടെ തലമുറയിൽ തന്നെ അല്ലെങ്കിൽ അയാളിൽ തന്നെ വരുന്ന മാറ്റങ്ങളെയാണ്, ഒരാളുടെ ജീവിത കാലയളവിനുള്ളിൽ അയാൾക്ക് വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയാം. ഇന്റർ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു അതിലധികമോ തലമുറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്ട്രക്ചറിൽ കാര്യമായ മാറ്റങ്ങൾ വരുമ്പോഴാണ് അത് സ്ട്രക്ചറൽ മൊബിലിറ്റി വരുന്നത്. അതിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുന്നു മൊബിലിറ്റി കൊണ്ട്. ആരാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്, സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എം.എൻ. ശ്രീനിവാസ് ആണ്. എന്താണ് കരിയർ മൊബിലിറ്റി? ഒരു അനദർ ടേം ഓഫ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ നടക്കുന്നതാണ്. ഇപ്പം എനിക്കൊരു ജോലിയിൽ നിന്ന് വേറൊരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ തന്നെ ഉണ്ടാവുന്ന മാറ്റം. അപ്പോൾ അത് എന്നിൽ തന്നെ, എൻ്റെ ഒരു വേറെ ജനറേഷനൊന്നുമല്ല, എൻ്റെ ജനറേഷനിൽ തന്നെ നടക്കുന്ന മാറ്റമാണ്. ഇന്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു അച്ഛനാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയിൽ നമുക്ക് കരിയർ മൊബിലിറ്റി എന്നുള്ള വേറൊരു പേരിൽ കൂടി അതിനെ വിളിക്കാറുണ്ട്. മോഡേണൈസേഷൻ നമുക്ക് എന്താണെന്നറിയാം. സയൻറ്റിഫിക് ആൻഡ് മോഡേൺ ടെക്നോളജി സമൂഹത്തിലേക്ക് വരുമ്പോൾ വന്ന മാറ്റങ്ങളെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുക. അത് സമൂഹം പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ് മോഡേണൈസേഷൻ നടക്കുന്നത്. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അഡോപ്ഷൻ ഓഫ് അപ്പർ കാസ്റ്റ് ലൈഫ് സ്റ്റൈൽസ് ബൈ ലോവർ കാസ്റ്റ് ടു ഗെയിൻ ഹയർ സ്റ്റാറ്റസ്. ഉയർന്ന ജാതിക്കാർക്ക് കിട്ടുന്ന അതേ പദവി തങ്ങൾക്കും ലഭിക്കുമെന്നതിൻ്റെ ഒരു ചിന്തയിൽ നിന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ ജീവിത രീതികളെ അനുകരിക്കുക. ഫുഡ്, ഉദാഹരണമായിട്ട് സസ്യാഹാരം ഉയർന്ന ജാതിക്കാർ കഴിക്കുന്നു, അതുകൊണ്ട് സസ്യം കഴിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവരേതൊക്കെ തരത്തിലുള്ള ആചാരങ്ങൾ കുറച്ചും കൂടെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഇവരും അനുകരിക്കുകയാണ്. സോഷ്യൽ സ്റ്റാറ്റസുകൾ ഉയർന്ന ജാതിക്കാർക്ക് കിട്ടുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും കിട്ടണം എന്ന രീതിയിൽ. അതിനെയാണ് സംസ്കൃതൈസേഷൻ. അവർ സംസ്കൃതമൊക്കെ ഉയർന്ന ജാതിക്കാരുടെ ഒരു ഭാഷയായിരുന്നു സംസ്കൃതം. അപ്പോൾ സംസ്കൃതം പഠിക്കുകയും സംസ്കൃതത്തിൽ വ്യവഹാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. മൈസൂരിലെ കൂർഗ് വില്ലേജിൽ ആണ് ഇത് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അവിടെ എം.എൻ. ശ്രീനിവാസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, വൺ ഓഫ് ദ ഫൗണ്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ, G.S. ബുരയ്ക്ക് ശേഷം നമ്മുടെ ഒരു സോഷ്യോളജിയെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് എം.എൻ. ശ്രീനിവാസ്. എം.എൻ. ശ്രീനിവാസ് ആണ് ഇദ്ദേഹമാണ് ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത്. ഇനി സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. പൊസിഷനിൽ ചേഞ്ച് വരികയാണ്. അത് എന്താവാം? അപ്വാർഡ് ആവാം, ഡൗൺവാർഡ് ആവാം, ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം. വെർട്ടിക്കൽ മൊബിലിറ്റി നമ്മൾ കണ്ടു, ഹൊറിസോണ്ടൽ മൊബിലിറ്റി നമ്മൾ കണ്ടു. അപ്വാർഡും ഡൗൺവാർഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടതാണ്, അല്ലെ? അതിന് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഒന്നുകൂടെ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
ഇന്റർജനറേഷൻ മൊബിലിറ്റി റെഫേഴ്സ് ടു സ്റ്റാറ്റസ് ചേഞ്ചസ് ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു പാരന്റിനും ചിൽഡ്രനും രണ്ട് തലമുറയിൽപ്പെട്ട ആൾക്കാരാണല്ലോ, അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഉദാഹരണമായിട്ട് ഒരു കർഷകന്റെ മകൻ ഒരു ഡോക്ടറാകുന്നു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി നമ്മൾ പറഞ്ഞു ഒരാളിൽ തന്നെ ഉണ്ടാകുന്നത്, ഒരു ടീച്ചർ ഒരു പ്രിൻസിപ്പളായി മാറുന്നുണ്ട്, അപ്പോൾ അയാളുടെ ലൈഫ് ടൈമിൽ അവർ വേറൊരു തലമുറയുമായി ബന്ധപ്പെട്ടിട്ടും ഒന്നും അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ട്രക്ചറൽ മൊബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്, സാൻസ്ക്രിറ്റൈസേഷൻ നമ്മൾ പറഞ്ഞതാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, നോളജ്, ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബെറ്റർ ഒക്യുപ്പേഷൻസ് നമുക്ക് ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഹയർ സ്റ്റാറ്റസ് അല്ലെ, അവരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നു. അപ്പോൾ അതൊരു സോഷ്യൽ മൊബിലിറ്റിക്ക് പ്രധാനപ്പെട്ട നിർണായകമായ റോള് വഹിക്കുന്ന ഒന്നാണ്. സോഷ്യൽ മൊബിലിറ്റിയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. സോഷ്യൽ മൊബിലിറ്റി ഒക്കേഴ്സ് വിത്തിൻ എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡിറ്റർമൈൻസ് മൂവ്മെന്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് സോഷ്യൽ ലെയേഴ്സ് അല്ലേ. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഒരു സോഷ്യൽ സിസ്റ്റത്തിന് അകത്ത് നടക്കുന്നതാണ്. ആ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരുപാട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, നമ്മളെ ആളുകൾ വ്യത്യസ്ത തട്ടുകളിലായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു സോഷ്യൽ സിസ്റ്റത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, സോഷ്യൽ മൊബിലിറ്റി സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ലെയറുകൾ വ്യത്യാസപ്പെടുന്നു, ഈ ലെയറുകളിൽ തന്നെ മൂവ്മെന്റുകൾ ഉണ്ടാവുന്നു അല്ലെ. ഈ ആളുകൾ വ്യത്യസ്ത ജോലികളിലും വ്യത്യസ്ത ലെയറുകളിലും വ്യത്യസ്ത റാങ്കുകളിലായിട്ടൊക്കെയാണ് സമൂഹത്തിൽ നിൽക്കുന്നത്. അതിലൊക്കെ മാറ്റം വരുത്തുന്നു ഈ സോഷ്യൽ മൊബിലിറ്റി എന്നാണ് പറയുന്നത്. ഇനി എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാൻ, എന്താണെന്ന് സോഷ്യൽ മൊബിലിറ്റി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രൊമോട്ട്സ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ, എല്ലാവർക്കും ഒരു തുല്യ അവസരം, ഉയരാനുള്ള തുല്യ അവസരം ആണ് സോഷ്യൽ മൊബിലിറ്റി കൊണ്ട്. ഈ സമൂഹത്തിൽ നിങ്ങൾ ഇന്ന ആളുടെ മകനായി ജനിച്ച എല്ലാ കാലവും ആ തൊഴിൽ തന്നെ ചെയ്യണമെന്ന് ഇവിടെ യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ കഴിവുകൾ അനുസരിച്ചിട്ട് ഉയർന്നു വരാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യാനും അവർ അച്ചീവ്മെന്റുകൾ നേടാനും അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഇന്നീക്വാലിറ്റീസുകളെ കുറക്കുന്നുണ്ട്. എക്കണോമിക്കലായിട്ടുള്ള ഇന്നീക്വാലിറ്റീസ് ആണ് പ്രധാനമായിട്ട്, കാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നീക്വാലിറ്റീസ് അല്ല, ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരാളുടെ ക്ലാസ്, സോഷ്യൽ ക്ലാസ് അല്ലെ, അയാളുടെ ഒരു വർഗത്തെയാണ് ഇത്. അത്തരം ഇന്നീക്വാലിറ്റീസ് ആണ് പൈസയുടെ കാര്യത്തിലാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് അത് സഹായിക്കുന്നു, സോഷ്യൽ ജസ്റ്റിസ് അത് പ്രൊമോട്ട് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇംപ്രൂവ് ചെയ്യിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് മൊബിലിറ്റി, ഏതൊക്കെയാണ് ടൈപ്സ് മൊബിലിറ്റികളാണുള്ളത്. വെർട്ടിക്കൽ മൊബിലിറ്റി നമ്മൾ രണ്ടായി തരംതിരിച്ചു. അപ്വാർഡ് മൊബിലിറ്റി ഉണ്ട്, ഡൗൺവാർഡ് മൊബിലിറ്റി ഉണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ മൊബിലിറ്റി, ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, സ്ട്രക്ചറൽ മൊബിലിറ്റി, ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ മൊബിലിറ്റിയെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ എഫക്ട് ചെയ്യും അല്ലേ, ഒക്യുപ്പേഷൻ ഒരാളുടെ തൊഴിൽ എഫക്ട് ചെയ്യും, ഇൻകം ആൻഡ് വെൽത്ത് ഒരാളുടെ സമ്പത്തും അയാളുടെ വരുമാനവും അയാളുടെ ലൈഫ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ, വ്യവസായവൽക്കരണം വന്നതോടുകൂടി വ്യത്യസ്തമായ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു. അത് അർബനൈസേഷൻ, നഗരവൽക്കരണം, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റിസർവേഷൻസ്. ഗവൺമെന്റ് ഈ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല വെൽഫെയർ പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നുണ്ട്, റിസർവേഷനുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അതിനെ മൊബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒരാളുടെ കുടുംബ പശ്ചാത്തലം ഒരാളുടെ സോഷ്യൽ മൊബിലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. റൈസ് ആൻഡ് എത്തിനിസിറ്റിയും, അയാളുടെ വംശവും അയാളുടെ എത്തിനിസിറ്റിയും എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ ആൾക്കാർ അല്ലെ, ഇപ്പൊ ഇന്ത്യൻസ് എപ്പോഴും ബ്ലാക്സ് ആണെന്ന് പറയും, ഇന്ത്യൻസ് എവിടെ പോയാലും ബ്ലാക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള റൈസും എത്തിനിസിറ്റിയും എന്നാൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റം, ഇതൊക്കെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയരാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് എത്തിനിസിറ്റിയുടെയും റേസിന്റെ ഒക്കെ കാര്യം എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ സോഷ്യൽ മൊബിലിറ്റിയെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ സൊസൈറ്റി ട്രഡീഷണലി ഹാഡ് ലിമിറ്റഡ് മൊബിലിറ്റി ബിക്കോസ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സോഷ്യൽ ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ ഈ ജാതി സമ്പ്രദായം ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ പലപ്പോഴും ഈ സോഷ്യൽ മൊബിലിറ്റി പലപ്പോഴും ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് വന്നപ്പോൾ ഒരു അംബേദ്കർ അല്ലെങ്കിൽ കുറച്ച് അതുപോലത്തെ ആൾക്കാരെ നമുക്ക് മാത്രമേ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ
പലപ്പോഴും ജാതി ഇങ്ങനെ വളരെ റിജിഡായി നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്ത്യയിൽ ഈ പറയുന്ന എഡ്യൂക്കേഷനും അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സും അല്ലെ ഭരണഘടനാപരമായ ചില പരിരക്ഷകൾ നമുക്കുണ്ട്. റിസർവേഷൻ പോളിസികളും എക്കണോമിക് ഡെവലപ്മെന്റും ഒക്കെയാണ് നമ്മൾ ഇതിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇതിനെ തടസ്സം നിർത്തുന്ന കാര്യങ്ങൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിപരമായിട്ട് വിവേചനം ചെയ്യുന്നത്, പോവർട്ടി, റീജിയണൽ ഇൻഈക്വാലിറ്റീസ്, ചില ഏരിയകൾക്ക് മാത്രം ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുക, ചില ഏരിയ മാത്രം ഡെവലപ്പ് ചെയ്യുക, ചില ഏരിയ എപ്പോഴും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുക, ഇതൊക്കെയാണ് ഇതിനെ തടയുന്ന ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ സാൻസ്ക്രിറ്റൈസേഷൻ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കോട്ട് ചെയ്യാവുന്ന ഒരു തിയറിയാണ്. പിന്നെ സോഷ്യൽ മൊബിലിറ്റിയും അതിൻ്റെ വേരിയസ് ഫോംസും വീണ്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഒന്നും കൂടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതുക. അതിൻ്റെ ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി, ഏതൊക്കെ തരം സോഷ്യൽ മൊബിലിറ്റികളാണ് ഉള്ളതെന്ന് പറയുക. ഏതൊക്കെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി, അപ്വാർഡ് മൊബിലിറ്റി, ഡൗൺവാർഡ് മൊബിലിറ്റി, ഹൊറിസോണ്ടൽ മൊബിലിറ്റി, ഇന്റർജനറേഷണൽ മൊബിലിറ്റി, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, സ്ട്രക്ചറൽ മൊബിലിറ്റി ഒക്കെ പറയാം. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെ, എന്തൊക്കെയാണ്? സോഷ്യൽ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നു, അച്ചീവ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എൻഹാൻസ് എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനൊക്കെ നമുക്ക് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എപ്പോഴും വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനമാണ് ഇത് ചെലുത്തുന്നത്. സോഷ്യൽ മൊബിലിറ്റിക്ക് കാരണമാകുന്ന റെസ്പോൺസിബിൾ ആകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വളരെ സിമ്പിളാണ്. എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, മോഡേണൈസേഷൻ, ഗവൺമെന്റ് പോളിസീസ്, എക്കണോമിക് ഡെവലപ്മെന്റ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കാസ്റ്റ് ആൻഡ് ക്ലാസ്, റേസ് ആൻഡ് എത്നിസിറ്റി, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ സോഷ്യൽ മൊബിലിറ്റിയെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കലി ഇന്ത്യ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനകത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മൊബിലിറ്റിയെ വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ചില മാറ്റങ്ങൾ, ട്രഡീഷണൽ സിറ്റുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത്. നമ്മുടെ ഇന്ത്യയിലെ ഒരാൾക്ക് ഒരു സ്റ്റാറ്റസ് കിട്ടിയിരുന്നത് അയാളുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അയാൾക്ക് ലിമിറ്റഡ് ഒക്കുപേഷണൽ ചോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. വളരെ അയാൾ ഒരു ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാതി വന്നത് തന്നെ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ജാതി എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്ത് വന്നത് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ഗ്രൂപ്പുകളായി തരംതിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ വന്ന ഒരു സംവിധാനമാണ് ജാതി. നിങ്ങൾ ജാതിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പൊ ഈ ജാതി എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലായിരുന്നു തൊഴിലുകൾ. ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഇന്ന തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ. ഈ പറയുന്ന ബ്രാഹ്മിൻസിന് മാത്രമേ ആരാധന കാര്യങ്ങൾ, പൂജാ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. വൈശ്യർക്ക് കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആയോധന അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ആൾക്കാരാണ്. ശൂദ്രർ എന്ന് പറയുന്നത് അതിൻ്റെ ഈ മറ്റ് താഴ്ന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിലും താഴെയുള്ള ആൾക്കാരാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാർ. അതായത് ഈ നാലിൽ പെടാത്ത ആൾക്കാരാണ് മറ്റ് നീച പ്രവൃത്തികളായിട്ട് അന്നത്തെ സമൂഹം കണക്കാക്കിയിരുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടിയിരുന്നവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ തൊഴിലിലേ ഏർപ്പെടാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷനെ റെസ്ട്രിക്ട് ചെയ്തിരുന്നു. സാമൂഹികമായിട്ടുള്ള മറ്റും ആളുകളുമായുള്ള ഇന്ററാക്ഷൻസിനെ അവർ റെസ്ട്രിക്ട് ചെയ്തിരുന്നു. അപ്പം ഇത് ഇൻഡിപെൻഡൻസിന് ശേഷം മാറി അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ ഈക്വാലിറ്റി വന്നു, റിസർവേഷൻ പോളിസീസ് വന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ എക്സ്പാൻഷൻ സംഭവിച്ചു, അർബനൈസേഷൻ വന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, എക്കണോമിക് ലിബറലൈസേഷൻ വന്നു. ഇതൊക്കെയാണ് അതിൻ്റെ മാറ്റമായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി സാൻസ്ക്രിറ്റൈസേഷനും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. സാൻസ്ക്രിറ്റൈസേഷൻ എം.എൻ. ശ്രീനിവാസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാം. മൈസൂരിലെ കൂർഗ് എന്ന് പറയുന്ന വില്ലേജിനകത്തുള്ള ആൾക്കാർ ചെയ്ത ഒരു പരിപാടിയാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉയർന്ന ജാതിയിൽപ്പെട്ട എന്ത് ആളുകളുടെ ജീവിത രീതികൾ അവർ അഡോപ്റ്റ് ചെയ്തു, എന്തിന് അവർക്കും ഒരു ബെറ്റർ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കാസ്റ്റിനെയാണ് അവർ ശരിക്കും അവിടെ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ അവർക്ക് കാസ്റ്റ് ഒരു വലിയൊരു വിഷയമായിരുന്നു. പോവർട്ടി, റീജിയണൽ ഡിസ്പാരിറ്റീസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ അവിടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ വളരെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പം നമ്മളുടെ എല്ലാ ബ്ലോക്കുകളും നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ സോഷ്യോളജി പരീക്ഷ എഴുതേണ്ട ആദ്യമായിട്ട് നിങ്ങൾ എഴുതുന്ന ആൾക്കാരാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇതൊരു ഫിലോസഫിക്കൽ പേപ്പറാണ്.
ഇതൊരു തിയററ്റിക്കൽ സ്വഭാവമുള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കാര്യങ്ങൾ എഴുതുന്നതല്ല, അത് 1 വേർഡും 2 മാർക്സും ഒക്കെ ഓക്കെ. 5 മാർക്കിനും എസ്സേ വരുമ്പോഴൊക്കെ കുറച്ച് ആധികാരികമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ ഒരു എന്താ പറയുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത്, ഇൻട്രൊഡക്ഷൻ എന്നൊരു ഹെഡിങ് എഴുതണ്ട, പിന്നെ ഒരു കുറച്ച് ഒരു 2-3 വരിയിൽ അത് എഴുതി, പിന്നെ ഓരോ സവിശേഷതകളും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ടൈറ്റിലുകളാക്കി എഴുതിയിട്ട് അത്യാവശ്യം ഒരു പേജ് നിറക്കുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ശേഷി ഉണ്ടായിരിക്കും. നമ്മുടെ മെറ്റീരിയലൊക്കെ വായിച്ച് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ 10-12 ക്വസ്റ്റ്യൻസുകളോളം നിങ്ങൾക്ക് പേജിൻ്റെ എല്ലാ യൂണിറ്റിൻ്റെയും അവസാനം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മിസ്സാക്കി കളയരുത്. അത് വായിച്ച് നോക്കണം, നമ്മുടെ മെറ്റീരിയൽ വായിച്ച് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി വേറെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.